എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 24 ആദ്യത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. എന്താണ് ചോദ്യം? ഇവിടെ നമുക്ക് നോക്കിയേ, ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ ഒരു എല്ലാ വശങ്ങളും തുല്യമായ ഒരു പഞ്ചഭുജം, അതായത് ഒരു പെന്റഗൺ. അപ്പോൾ ഈ സമപഞ്ചഭുജത്തിന്റെ ഈ വശം ഇങ്ങോട്ട് നീട്ടി, ഈ വശം ഇങ്ങോട്ട് നീട്ടി, അതുപോലെ നോക്കിയാൽ ഈ വശവും ഇങ്ങോട്ട് നീട്ടി, ഈ വശം ഇങ്ങോട്ട് നീട്ടി അല്ലേ. അപ്പൊ നമുക്കിവിടെ രണ്ട് ട്രയാങ്കിളുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഇവിടെ കിട്ടിയ ഈ ചെറിയ ട്രയാങ്കിൾ അല്ലെ, ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും, അതായത് വലതുവശത്തും ഇടതുവശത്തുമായി നമുക്ക് രണ്ട് ട്രയാങ്കിളുകൾ കിട്ടിയിട്ടുണ്ട്. ആ ത്രികോണങ്ങളുടെ വശങ്ങൾക്ക് ഒരേ നീളമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, രണ്ട് ത്രികോണങ്ങൾക്ക് ഒരേ നീളമാകണമെങ്കിൽ നാം എന്ത് ചെയ്യാൻ മതി? ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്കറിയാം, ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ എന്തായിരിക്കും? അവയുടെ വശങ്ങൾ സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടിയത്? ഈ രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ട്രയാങ്കിൾ ആണ് എന്ന് നമ്മൾ ഒന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഈ പെന്റഗണിന് ഒരു പേര് കൊടുക്കാം. ഇപ്പോ എ ബി സി ഡി ഇ. അപ്പൊ ഈ പെന്റഗൺ നമ്മളൊരു പേര് കൊടുത്ത് എ ബി സി ഡി ഇ എന്ന് പേര് കൊടുത്തു അല്ലെ. ഇനി നമുക്ക് നീട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അതിനൊരു പി എന്ന് പേര് കൊടുത്തു, ഇതിന് നമ്മൾ ക്യൂ എന്ന് പേര് കൊടുത്തു. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ട്രയാങ്കിൾ ആണെന്നൊന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. അതായത് ട്രയാങ്കിൾ ബി പി സി, പിന്നെയോ ആൻഡ് ട്രയാങ്കിൾ ഇ ക്യൂ ഡി, ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിന് പരിഹാരമായി. അപ്പൊ അതിന് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഇത് ഒരു സമപഞ്ചഭുജമാണ് അല്ലെ. ഒരു റെഗുലർ പെന്റഗൺ ആണ്. റെഗുലർ പെന്റഗൺ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ വശങ്ങൾ ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ വശവും ഈ വശവും ഈ വശവും ഈ 5 വശവും ഈക്വൽ, അത് ഓക്കെ. പിന്നെയോ അതിന്റെ ആംഗിളുകളും തുല്യമായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ 5 ആംഗിളും തുല്യമായിരിക്കും. ഇതാണ് നമുക്ക് അറിയാവുന്ന കാര്യം. അതായത് ഇപ്പൊ നമുക്ക് ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതും എക്സ് അല്ലെ, എക്സ് ഡിഗ്രി. ഈ രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ നാം എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഒന്ന്, 3 സൈഡുകളും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത്, സൈഡും 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 അല്ലെ. അപ്പൊ പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? സൈഡുകൾ ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഈ സൈഡുകൾ നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഒരു സൈഡും അതിന്മേലുള്ള രണ്ട് കോണുകൾ അല്ലെ, അത് ഈക്വൽ ആണെങ്കിലും എന്തായിരിക്കും? അത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ. അതായത് ആംഗിള് സൈഡ് ആംഗിൾ, അതായത് ഒരു സൈഡ് അതിന്റെ രണ്ടറ്റത്തുള്ള ആംഗിളുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നമുക്കത് ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ഇത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഈ സൈഡുകൾ നമുക്ക് അറിയില്ല അല്ലെ. അതുകൊണ്ട് നമുക്ക് ഈ സൈഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് രണ്ട് ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്തേ പറ്റുള്ളൂ? ഒരു സൈഡും അതിന്റെ അറ്റത്തുള്ള രണ്ട് കോണുകളും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്ക് അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കിയേ. ആദ്യം ഈ രണ്ട് ത്രികോണങ്ങൾ അല്ലെ, ഈ രണ്ട് ത്രികോണങ്ങളാണ് നമുക്ക് എടുത്തത്. ഈ രണ്ട് ത്രികോണത്തിൽ ഇതിന്റെ ഒരു സൈഡാണ് ബി സി എന്ന് പറയുന്നത്. ഈ ത്രികോണത്തിന് ഒരു സൈഡ് ബി സി അല്ലെ, ഈ ത്രികോണത്തിന്റെ ഒരു സൈഡ് ഇ ഡി. ഇത് രണ്ടും ഈക്വൽ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതാം? ബി സി ഈക്വൽ ടു ഇ ഡി. അതെന്താണ് കാരണം? സൈഡ്സ് ഓഫ് എ റെഗുലർ പെന്റഗൺ അല്ലെ, സൈഡ്സ് ഓഫ് എ റെഗുലർ പെന്റഗൺ, അതായത് ഒരു സമപഞ്ചഭുജത്തിന്റെ വശങ്ങളാണ് ഇത് രണ്ടും അല്ലെ. അപ്പൊ അത് രണ്ടും ഈക്വൽ ആയി. ഇനി നമുക്ക് എന്ത് വേണം? ഓരോ വശങ്ങൾ കിട്ടി. ഇനി ഇതിന്റെ ഈ ആംഗിളും ഈ ആംഗിളും കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതേപോലെ ഇതിന്റെയും ഈ ആംഗിളും കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സൈഡ് പിന്നെ അതിന്റെ രണ്ട് അറ്റത്തുള്ള ആംഗിളുകളും ഈക്വൽ ആണ്, അതുകൊണ്ട് ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്കറിയാം, ഈ എ ബി എന്ന് പറഞ്ഞ വശത്ത് ഇങ്ങോട്ട് നീട്ടിയതാണെന്ന് ചോദ്യത്തിലുണ്ട് അല്ലെ. അതേപോലെ ഈ വശത്തെ ഇങ്ങോട്ട് നീട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ നാം മുമ്പ് പഠിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു ലൈൻ വരച്ചാൽ മൊത്തം ആംഗിൾ എത്രയായിരിക്കും?
180 ഡിഗ്രി ആണല്ലേ. അതായത് ഇതും ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അപ്പൊ ഇതും ഇതും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നമുക്ക്? 180 ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പൊ 80 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര മൊത്തം എത്ര ആയിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ഡിഗ്രി, ഇത് എത്ര ആയിരിക്കും? ഈ ചെറിയ ആംഗിൾ കിട്ടാൻ നമുക്ക് 180 മൊത്തം 180യിൽ നിന്ന് എക്സ് ഡിഗ്രി കുറച്ചാൽ മതി അല്ലെ. അപ്പൊ ഈ ആംഗിൾ നമുക്ക് കിട്ടും എത്രയാണ്? 180 മൈനസ് എക്സ്. അപ്പൊ നമുക്ക് ആംഗിൾ PBC ഈക്വൽ ടു 180 മൈനസ് എക്സ് ഡിഗ്രി പറഞ്ഞു കിട്ടി. അതേപോലെ നമുക്ക് ഇവിടെ നോക്കിയേ, ഈ ആംഗിൾ അതായത് QED എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇത് മൊത്തം എത്രയാണ്? മൊത്തം 180 ഡിഗ്രി ആണ് അല്ലെ. അതിൽ ഇത് എക്സ് ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 180 മൈനസ് എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 180 മൈനസ് എക്സ്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ QED ഈക്വൽ ടു 180 മൈനസ് എക്സ് ഡിഗ്രി. അപ്പൊ ഇതിനെന്താണ് റീസൺ? എന്താണ് ഇതിന്? നമുക്കറിയാം ഇത് ലീനിയർ പെയർ ആണ് അല്ലെ. ലീനിയർ പെയർ അതായത് രേഖീയ ജോഡി എന്ന് പറയും അല്ലെ. അപ്പൊ രേഖീയ ജോഡി ഇതും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആംഗിൾ നമുക്ക് കിട്ടിയത്. നോക്കിയാൽ ആംഗിൾ PBC 180 മൈനസ് എക്സ് ആണ്, ആംഗിൾ QEDയും 180 മൈനസ് എക്സ് ആണ്. അങ്ങനെയാണ് ഇത് രണ്ട് ഈക്വൽ ആണല്ലോ. അതുകൊണ്ട് ആംഗിൾ PBC ഈക്വൽ ടു ആംഗിൾ QED എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ഈ വശവും ഈക്വൽ ആണെന്ന് കിട്ടി, ഈ ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് ഈ അറ്റത്തുള്ള ഒരു ആംഗിളും കൂടി കിട്ടിയാൽ പോരെ. അത് നമുക്ക് ഈ ആംഗിൾ ഒന്ന് പിടിച്ചു നോക്കാം. BCP അല്ലെ, BCP. അപ്പൊ ആംഗിൾ BCP എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ മൊത്തം 180 അല്ലെ. അപ്പൊ 180ൽ നിന്ന് എക്സ് ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ BCP ഈക്വൽ ടു 180 മൈനസ് എക്സ് ഡിഗ്രി. ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ. അപ്പൊ അതേപോലെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ, ആംഗിൾ EDQ. ആംഗിൾ EDQ അതെത്ര വരും? EDQ എന്ന് പറഞ്ഞ ആംഗിൾ എത്ര വരും? ഇത് കിട്ടണമെങ്കിൽ നമുക്ക് മൊത്തം 180ൽ നിന്ന് എക്സ് ഡിഗ്രി കുറച്ചാൽ മതി അല്ലെ. അതായത് 180 മൈനസ് എക്സ് ഡിഗ്രി. ഇതിന്റെ റീസൺ ഒക്കെ സെയിം തന്നെ അല്ലെ. അപ്പൊ ഇതും 180 മൈനസ് എക്സ്, ഇതും 180 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore ആംഗിൾ BCP is equal to ആംഗിൾ EDQ. ഇപ്പൊ എന്ത് സംഭവിച്ചു? നമുക്ക് രണ്ട് വശം, ഈ വശവും ഈക്വൽ ആണെന്ന് കിട്ടി അല്ലെ. പിന്നെയോ ഈ കോണും ഈക്വൽ ആണെന്ന് കിട്ടി. പിന്നെയോ ഈ കോണും ഈക്വൽ ആണെന്ന് കിട്ടി. അതായത് ഈ രണ്ട് ത്രികോണങ്ങളിലെ രണ്ട് വശങ്ങൾ അല്ലെ അത് ഈക്വൽ ആണ്, അതിന്റെ അറ്റത്തുള്ള രണ്ട് കോണുകളും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, അതായത് തുല്യ ത്രികോണങ്ങളാണ് അല്ലെ. അതുകൊണ്ട് അവയുടെ വശങ്ങൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാലോ. ട്രയാങ്കിൾ BPC ആൻഡ് ട്രയാങ്കിൾ EQD ആർ അല്ലെ, അത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ എന്താണ് അതിലെ സബ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ വലിയ ത്രികോണത്തിലെ ഈ ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള രണ്ട് വലിയ സൈഡുകൾ അല്ലെ, അതായത് APയും AQവും, ഇവിടെ നമ്മൾ പേര് കൊടുത്താണ് APയും AQവും എന്ന്. അപ്പൊ ഈ രണ്ട് വശങ്ങൾക്കും തുല്യ നീളമാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടെന്നാണ് ചോദ്യം. നമുക്കറിയാം ABയും AEയും ഈക്വൽ ആണെന്ന് അറിയാം അല്ലെ. ABയും AEയും ഈക്വൽ ആണ്. എന്താണ് കാരണം? ഇത് അതായത് ഒരു റെഗുലർ പെന്റഗന്റെ വശങ്ങൾ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ. പിന്നെ നമ്മൾ ഇപ്പൊ പ്രൂവ് ചെയ്തു അല്ലെ, ഈ ത്രികോണത്തിന്റെ വശങ്ങൾ ഈക്വൽ ആണെന്ന് പറഞ്ഞല്ലേ. അതായത് BPയും പിന്നെ എന്താണ് EQവും ഈക്വൽ ആണ് അല്ലെ. അത് നമ്മൾ ഇപ്പൊ പ്രൂവ് ചെയ്തതാണ് അല്ലെ. ഇത് തമ്മിലൊന്ന് കൂട്ടി വെക്കിയേ. ABയും BPയും തമ്മിൽ കൂട്ടിയാൽ എന്ത് വരും നോക്കിയേ. അതായത് AB പ്ലസ് BP ഈക്വൽ ടു ഇത് രണ്ടൊന്ന് കൂട്ടി വെക്കിയേ. AE പ്ലസ് EQ. അതായത് ഇത് ഇതിനോട് തുല്യം, ഇത് ഇതിനോട് തുല്യം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് കൂട്ടുന്നതും ഈക്വൽ ആയിരിക്കണം അല്ലെ. ഈക്വൽ ആയിരിക്കണം. ഇനി ABയും BPയും
ഒന്ന് കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? എ ബി ഇവിടെ മുതൽ ഇവിടം വരെ, ബി പി ഇത് മുതൽ ഇതുവരെ, അതായത് മൊത്തം നീളം എത്രയാണ്? എ പി അല്ലേ? അപ്പൊ നമുക്ക് ഇതിന് പകരം നമുക്ക് എ പി എന്ന് എഴുതാം ഈക്വൽ ടു എ ഇയും ഇ ക്യൂവും. എ ഇ എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ, ഇ ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെ, അതായത് മൊത്തം എ ക്യൂ അല്ലേ? അപ്പൊ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ ക്യൂ എന്ന് കിട്ടി. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? അതായത് എ പിയും എ ക്യൂവും തുല്യ നീളമാണ്.